the performance of a lifetime. Hello everyone, welcome to the world of drama. We're super excited to present the Malayalam skit, a heart-warming story that takes you a world of emotional bonding. Our talented actors are ready to steal this show. Let's give up for them. Curtains up. ഒരു വിദ്യാർത്ഥിയിൽ നിന്നും നല്ല വ്യക്തിയിലേക്കുള്ള യാത്രയിൽ നമ്മെ നാമാക്കുന്നത് ഗുരുവിൻ്റെ കറകളഞ്ഞ സ്നേഹവും കരുതലുമാണ്. സ്നേഹത്തിൻ്റെ തൂവൽ സ്പർശം കൊണ്ട് ജീവിതത്തെ തിരിച്ചുപിടിക്കാൻ സഹായിച്ച അഭൂതപൂർവമായ വാത്സല്യത്തിൻ്റെ കഥ പറയുന്നു സ്നേഹത്തണൽ. ഗുരുകുല വിദ്യാഭ്യാസത്തിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഒരുക്കുന്ന മായിക ലോകത്തിലേക്ക് പറന്നിറങ്ങിയ നമുക്ക് നഷ്ടമായത് ഗുരുശിഷ്യ ബന്ധത്തിന്റെ കാതലായ മാനവികതയാണ്. ഊഷ്മളവും ഹൃദ്യവുമായ ഗുരുശിഷ്യ ബന്ധത്തിന്റെ കഥ പറയുന്ന സ്നേഹത്തണൽ. Good morning, friends. Hi, David. Good morning. എടാ ഡേവിഡ്, മാർട്ടിൻ, നിങ്ങളൊന്ന് ക്ലാസ്സിലാണോ? പഴയ ഫ്രണ്ട്സ് ആരുമില്ലെന്നോർത്ത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. ഞങ്ങളുമുണ്ട് 5Bയിൽ. ഹായ് ഹെർലിൻ, ഇത്തവണ നമ്മുടെ 5B അടിപൊളിയാണല്ലോ. അതെ അതെ, ഇത്തവണ നമ്മുടെ ക്ലാസ് ടീച്ചർ ഒരു പുതിയ ടീച്ചറാണെന്നാണ് ലൂസി മിസ് പറഞ്ഞത്. ഇവന് നീ ക്ലാസ്സിലാണോ? വേണ്ടായിരുന്നു. Good morning, dear students. Good morning, teacher. ഹായ്, ഞാൻ ട്രീസ തോംസൺ. ഞാനാണ് നിങ്ങളുടെ പുതിയ ക്ലാസ് ടീച്ചർ. ഈ വർഷം തൊട്ട് ഞാൻ നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരിക്കും. ടീച്ചർ ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നേ? ഞാൻ മാത്തമാറ്റിക്സ് ആണ് പഠിപ്പിക്കുന്നത്. അയ്യോ, മാത്സോ? മാത്സ് അവന്റെ പേടി സ്വപ്നമാണ് മിസ്. അല്ല, ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്നയാൾ മാത്രം ഒന്നും മിണ്ടുന്നില്ലല്ലോ, എന്തു പറ്റി? അവൻ അങ്ങനെയാ ടീച്ചർ. മോനൊന്ന് എഴുന്നേറ്റേ. എന്താ നിന്റെ പേര്? എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? മിസ്സിനോട് നിന്റെ പേര് പറയൂ ടെഡി. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഓഡിറ്റോറിയത്തിൽ വെൽക്കം ഡേ ഗ്യാതറിംഗ് ഉണ്ട്. സോ എല്ലാവരും വേഗം ലൈനായിട്ട് നിന്നേ. ഈ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും മിടുക്കരാണല്ലോ. എന്നാലും ടെഡി മാത്രം എന്താണാവോ ഇങ്ങനെ? ആ, നോക്കാം. ഈ കുട്ടി മാത്രം എന്താ ഇങ്ങനെ? എന്താ, എന്തു പറ്റി മിസ്സേ? എന്റെ ക്ലാസ്സിലെ ടെഡിയുടെ ബുക്കാണിത്. ഒരു വൃത്തിയുമില്ല, നോട്ട്സും കംപ്ലീറ്റ് അല്ല. കഷ്ടം. ആ കുട്ടി തനിയെ ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ടീച്ചറെ. ആ കൊച്ചൊരു പാവമാ. തനിയെയോ? ആ കുട്ടിയുടെ പേരൻസ് ഒന്നും നോക്കില്ലേ? അപ്പൊ ടീച്ചർക്ക് ടെഡിയെ കുറിച്ചൊന്നും അറിയില്ലേ? മിടുക്കനായിരുന്നു അവൻ, ബ്രില്യന്റ് ആൻഡ് സ്മാർട്ട്. പിന്നെ എന്തു പറ്റി? ഒരു വർഷം മുമ്പാണ് അവന്റെ അമ്മ മരിച്ചു പോയത്. പിന്നീടാണ് അവൻ ഇങ്ങനെയായത്. മിസ്സിന്റെ കയ്യിൽ സ്റ്റുഡൻസ് പ്രൊഫൈൽ ഉണ്ടാകുമല്ലോ. അതിൽ അവനെ കുറിച്ചുള്ള മുൻ വർഷങ്ങളുടെ റിപ്പോർട്ട്സ് ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഗ്രേഡ് 1 ടെഡി, മിടുക്കനായ എപ്പോഴും സന്തോഷമുള്ള കുട്ടി. ഗ്രേഡ് 2 ടെഡി, എക്സലന്റ് സ്റ്റുഡന്റ്, കൂട്ടുകാർക്കെല്ലാം പ്രിയങ്കരൻ. ഗ്രേഡ് 3 മിടുക്കനായിരുന്നു.
ടീച്ചർ. ആ ടെഡി വരൂ. ടെഡി ഇങ്ങ് വന്നേ. ടെഡിയുടെ നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് അല്ലല്ലോ, ഹോംവർക്കും ചെയ്തിട്ടില്ല. എന്തു പറ്റി? അത് ടീച്ചർ, ഇന്നലെ എന്റെ അമ്മ മരിച്ച ദിവസമായിരുന്നു. ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്തുപോയി. പഠിപ്പിച്ചത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ടെഡിക്ക് ഞാൻ ആ ഭാഗം പറഞ്ഞു തരട്ടെ? ശരിക്കും ടീച്ചറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ടീച്ചർ പഠിപ്പിച്ചാൽ ഞാൻ എല്ലാം നന്നായി പഠിക്കും. നമ്മുടെ ടെഡിക്കിപ്പോ നല്ല മാറ്റമുണ്ടല്ലേ? അതെ അതെ, ട്രീസ ടീച്ചർ അവനെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. മേ ഐ കം ഇൻ ടീച്ചർ? ആരിത്? ടെഡിയോ? വാ. ഓഹോ, അപ്പോൾ ട്രീസ മിസ്സിനെ അന്വേഷിച്ചു വന്നതാണല്ലേ? ദാ വന്നല്ലോ നിന്റെ പ്രിയപ്പെട്ട ടീച്ചർ. ഞങ്ങൾ എന്നാൽ ക്ലാസ്സിലോട്ട് ചെല്ലട്ടെ. ഗുഡ് മോർണിംഗ് ടെഡി. ഗുഡ് മോർണിംഗ് ടീച്ചർ. എന്താ ടെഡി രാവിലെ തന്നെ? അത് പിന്നെ ടീച്ചർ, ഇത് ടീച്ചർക്ക് തരാൻ. ഇന്ന് ടീച്ചറിന്റെ ബർത്ത്ഡേ അല്ലേ? ഇന്നെന്റെ അമ്മയുടെയും ബർത്ത്ഡേ ആണ്. ഇതെന്റെ അമ്മയുടേതാണ്. വേറെ ഒന്നും സമ്മാനമായി തരാൻ എന്റെ കയ്യിലില്ല. ടീച്ചർ ഇതൊന്ന് ഇടാവോ? അതിനെന്താ, ഇടാലോ. ഇപ്പോൾ ടീച്ചർക്ക് എന്റെ അമ്മയുടെ മണമാ. എന്റെ അമ്മ. എന്താ ടെഡി ഇത്? ഞാൻ നിന്റെ അമ്മ തന്നെയല്ലേ? കരയാതെ കണ്ണീര് തുടച്ചേ, എന്നിട്ട് സന്തോഷമായിട്ട് ക്ലാസ്സിലോട്ട് പോക്കേ. അമ്മ, എന്റെ അമ്മ. അമ്മേ, ഞാൻ 10th ഗ്രേഡ് പാസ്സായി. ഇന്റർമീഡിയറ്റിന് ചേരുവാണ്. അമ്മ ഒപ്പമുണ്ടാകണം. സ്നേഹത്തോടെ അമ്മയുടെ സ്വന്തം ടെഡി. അമ്മേ, ഞാൻ ഇന്റർമീഡിയറ്റ് നല്ല മാർക്കോടെ പാസ്സായി. അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ മെഡിസിൻ അഡ്മിഷൻ എടുത്തു. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം. സ്നേഹത്തോടെ അമ്മയുടെ സ്വന്തം ടെഡി. അമ്മേ, ഞാൻ MDക്ക് ചേരുവാണ്. അമ്മയുടെ സ്നേഹവും പ്രാർത്ഥനയും എന്നും എന്റെ കൂടെ ഉണ്ടാവണം. സ്നേഹത്തോടെ ടെഡി. അമ്മേ, എന്റെ വിവാഹമാണ് ഈ വരുന്ന ഞായറാഴ്ച. എന്നെയും റേച്ചലിനെയും അനുഗ്രഹിക്കുവാൻ അമ്മ വരണം. വിവാഹവേദിയിൽ എന്റെ അമ്മയ്ക്കായി ഞാനൊരു കസേര ഒഴിച്ചിട്ടിരിക്കും. സ്നേഹത്തോടെ അമ്മയുടെ സ്വന്തം ടെഡി. മോനെ ടെഡി, ഞാൻ വരും. തീർച്ചയായും വരും. ടീച്ചർ അല്ല, എന്റെ അമ്മ. എന്നെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട അമ്മ. ഈ കസേര അമ്മയ്ക്കുള്ളതാണ്. അമ്മ ഇവിടെ ഇരിക്കണം. എന്നെ ഞാനാക്കിയതിനും കൈപിടിച്ചു നടത്തിയതിനും ജീവിതത്തിൽ വഴി കാണിച്ചു തന്നതിനും 1000 നന്ദി. മോനെ,
ഞാൻ നിന്നെയല്ല തിരുത്തിയത്, നീ എന്നെയാണ്. ടീച്ചിങ് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമായിരുന്നു. എന്നാൽ നീയാണ് എന്റെ മുന്നിലുള്ള കുട്ടികളെ അറിയാൻ എന്നെ പഠിപ്പിച്ചത്. ഞാൻ നിനക്കല്ലേ നന്ദി പറയേണ്ടത്? എന്റെ കുട്ടിക്ക് നല്ലതേ വരൂ.